നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. 1994 KR ഗൗരിയമ്മയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കലാകൗമുദി വാരികയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഗൗരി എന്ന പേരിൽ ഒരു കവിത എഴുതി. പാർട്ടിയിൽ നിന്ന് നിഷ്കാസിതയായ ഗൗരിയമ്മയ്ക്ക് ഇനി കൊടുങ്ങല്ലൂരിൽ പോയി കാവു തീണ്ടാമെന്ന നിർദ്ദേശമാണ് കവി അതിൽ മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായ P. ജയരാജന്റെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം വാർത്തയായപ്പോൾ ഗൗരിയമ്മയോടുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആ ആഹ്വാനമാണ് ഓർമ്മയിൽ മുഴങ്ങിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്തഛിദ്രങ്ങളും അധികാര തർക്കങ്ങളും മൂർച്ഛിച്ചതിന്റെ ഫലമായാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കനത്ത തിരിച്ചടി നേരിട്ടത്. കണ്ണൂരിലെ പാർട്ടി കോട്ടയായ പയ്യന്നൂരിൽ പോലും പാർട്ടിക്ക് കാലിടറുകയും ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കണ്ണൂരിൽ പലയിടത്തും പാർട്ടി പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളിൽ P. ജയരാജനെ തിരിച്ചു വിളിക്കാനുള്ള മുറിവിളികൾ ഉയർന്നിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റിയതോടെ P. ജയരാജൻ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു എന്ന അടക്കം പറച്ചിൽ അണികൾക്കിടയിൽ ശക്തമാണ്. കേരളത്തിൽ CPM നേരിട്ട പരാജയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നാം സ്വയം പരിശോധിച്ച് തിരുത്തേണ്ട പാഠങ്ങളുണ്ടെന്നും തെറ്റുതിരുത്തൽ പ്രക്രിയ തുടരണമെന്നും പാർട്ടി അനുഭാവികൾ അഭിപ്രായങ്ങൾ നേതൃത്വത്തിന് കത്തായി നൽകണമെന്നും P. ജയരാജൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തതിന്റെ രാഷ്ട്രീയ സൂചന വ്യക്തമാണ്. ഇതിന്റെ തുടർച്ചയായാണ് ജയരാജന്റെ കൊടുങ്ങല്ലൂർ സന്ദർശനത്തെയും വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുമ്പ് പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ദർശനം നടത്തിയതും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചവരെ ക്ഷേത്ര ജീവനക്കാർ തടഞ്ഞതും വിവാദമായിരുന്നു. തന്റെ പുതിയ പുസ്തകത്തിന്റെ വിവരശേഖരണത്തിനായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയതെന്നാണ് P. ജയരാജൻ സമൂഹമാധ്യമത്തിൽ വിശദീകരിച്ചത്. അതേ കുറിപ്പിൽ VT ഇന്ദുചൂടൻ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തെക്കുറിച്ചും ജയരാജൻ പരാമർശിച്ചിട്ടുണ്ട്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ തേടുന്ന ജയരാജന് മുന്നിൽ ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നതും പിന്നീട് RSSനോട് അടുക്കുകയും ചെയ്ത VT ഇന്ദുചൂടന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. സേവാഭാരതിയുടെ മാതൃകയിൽ കണ്ണൂരിൽ സ്വന്തമായി സാന്ത്വന പരിചരണ സംഘടന രൂപീകരിക്കുകയും ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് ബദൽ പരിപാടി ആവിഷ്കരിക്കുകയും ചുവന്ന ഗണപതിയെ എഴുന്നള്ളിച്ച് കണ്ണൂരിൽ ഗണേശോത്സവം നടത്തുകയും ചെയ്ത ജയരാജനെതിരെ വിമർശനങ്ങൾ ശക്തമാണ്. RSS രീതികൾ പാർട്ടിയിൽ പകർത്താൻ ശ്രമിക്കുകയും സംസ്കൃത സംഘം എന്ന പേരിൽ ക്ഷേത്ര കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന P. ജയരാജൻ ഹിന്ദുത്വ വഴികൾ അനുകരിക്കുകയാണെന്ന വിമർശനം പാർട്ടിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ മാസം പുറത്തിറങ്ങാനിരിക്കുന്ന ഇതിനോടകം പ്രീ പബ്ലിക്കേഷൻ ആരംഭിച്ച പുസ്തകത്തിന്റെ വിവരശേഖരണത്തിനാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ പോയതെന്ന അദ്ദേഹത്തിന്റെ വിശദീകരണം പ്രഥമ ദൃഷ്ട്യാ വിശ്വസനീയമല്ല. മുൻപ് കണ്ണൂരിൽ പിണറായി വിജയനെ അർജുനനായും P. ജയരാജനെ ശ്രീകൃഷ്ണനായും ചിത്രീകരിച്ച് ബോർഡുകൾ സ്ഥാപിച്ചത് വിവാദമായിരുന്നു. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ P. ജയരാജനെ വ്യക്തിപരമായി ഉയർത്തിക്കാട്ടുന്ന പോസ്റ്ററുകളും ബോർഡുകളും കണ്ണൂരിൽ പലയിടത്തും ഉയർന്നു. PJ ആർമി എന്ന പേരിലുള്ള സാമൂഹ്യ മാധ്യമ പേജ് ജയരാജനെ പുകഴ്ത്തുന്ന പോസ്റ്റുകളുമായി സജീവമായിരുന്നു. പുറച്ചേരി ഗ്രാമീണ വായനശാല ജയരാജനെ പുകഴ്ത്തി തയ്യാറാക്കിയ സംഗീത ആൽബം പാർട്ടിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. സംസ്ഥാന നേതൃപദവിയിലേക്ക് ഉയരാനുള്ള ശ്രമമാണ് ഇതെന്ന വിമർശനവും പാർട്ടിയിലുണ്ട്. എന്നാൽ P. ജയരാജനെതിരെ വ്യക്തിപൂജാവാദം ഉയർത്തിയവർ തന്നെ പിണറായി വിജയനെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടുന്നതിലെ വൈരുദ്ധ്യം അണികളോട് വിശദീകരിക്കാനാവാതെ നേതൃത്വം കുഴങ്ങുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട P. ജയരാജനെ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കാണ് CPM നിയോഗിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയും അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു മുതിർന്ന നേതാവിനെ കോൺഗ്രസ് വിട്ടുവന്ന ശോഭന ജോർജിന്റെ പിൻഗാമിയാക്കിയത് അനീതിയും അപമാനവുമാണെന്ന് കരുതുന്ന പ്രവർത്തകർ കണ്ണൂരിലുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് അണികൾക്കിടയിൽ പിണറായി വിജയനേക്കാൾ പ്രബലനായി മാറിയ P. ജയരാജന് കണ്ണൂർ പാർട്ടിയിൽ വിമർശകരുമേറെയുണ്ട്. മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന മനു തോമസ് 2024 ജൂണിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിന് തെളിവാണ്. ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നും കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം പുലർത്തി പാർട്ടിയെ ദുരുപയോഗം ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ജയരാജന്റെ മകൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കോർഡിനേറ്റർ ആണെന്നും ഇയാളാണ് റെഡ് ആർമിക്ക് പിന്നിലെന്നും
ക്വാറി മുതലാളിമാർക്ക് വേണ്ടി പാർട്ടി സെക്രട്ടറിമാരെ മാറ്റാൻ ജയരാജൻ ഇടപെട്ടതായും മനു തോമസ് ആരോപിക്കുകയുണ്ടായി. കണ്ണൂരിൽ പി ജയരാജനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന നിലയിലേക്ക് പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയം ധ്രുവീകരിക്കപ്പെടുകയാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമതരായി മത്സരിച്ചവരുടെ പിന്നിൽ ഉന്നത നേതാക്കളുടെ ആശീർവാദമുണ്ടെന്ന വാർത്തകൾ നേതൃത്വം അവഗണിക്കുന്നില്ല. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ അടിത്തറയായ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്ന തിരിച്ചറിവിൽ നിന്നാണ് അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചത്. അണികളുടെ പിന്തുണയോടെ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന ജയരാജന്റെ രാഷ്ട്രീയ തന്ത്രമായി വേണം ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ സന്ദർശനത്തെ കാണാൻ. നിലവിലെ പ്രായപരിധി നിബന്ധന അനുസരിച്ച് പി ജയരാജന് ഇനി പാർട്ടി നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരാനാവില്ല എന്ന് കരുതുന്നവരുണ്ട്. എം വി രാഘവന്റെയും ഗൗരിയമ്മയുടെയും ഗതി തന്നെയാണ് പാർട്ടിക്കകത്ത് തുടരുമ്പോഴും ജയരാജൻ നേരിടുന്നത് എന്ന് അവർ നിരീക്ഷിക്കുന്നു. ഗൗരി എന്ന കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തൊഴിലാളി എന്നും തൊഴിലാളി മാത്രം, അറിയേണ്ട ബുദ്ധി അറിയാതെ പോയാൽ ഇനി ഗൗരിയമ്മയെ കരയാതെ വയ്യ. കരയുന്ന ഗൗരി, തളരുന്ന ഗൗരി, കലിവിട്ടൊഴിഞ്ഞാൽ പടുവൃദ്ധയായി മതി ഗൗരിയമ്മയെ കൊടി താഴെ വെക്കാം. ഒരു പട്ടുടുക്കാം, മുടി കെട്ടഴിക്കാം, ഉടവാളെടുക്കാം, കൊടുങ്ങല്ലൂർ ചെന്നാൽ ഒരു കാവു തീണ്ടാം.